അതെ, ഇപ്പം ഞാനും അമ്മൂസും എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകണം. വേറെ ആരുടെ അല്ല, എൻ്റെ അപ്പച്ചിയുടെ മോൻ എൻഗേജ്മെൻ്റാണ്. രാവിലെ ഞങ്ങൾ സെറ്റായിട്ട് ഒരുങ്ങിയിട്ട് ഇതാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ പട്ടാടെ പള്ളി വെച്ചാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പം പ്രാർത്ഥനയെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്നിറങ്ങി ബസ്സിൻ്റെ അറ്റം പിടിക്കാനുള്ള പോക്കാണ് ഞാൻ. അപ്പോൾ ചേച്ചി അമ്മാമ്മനെ കണ്ട് യാത്രയൊക്കെ ചോദിച്ചു കേട്ടോ. അവർ കാറിൽ കയറിയപ്പോൾ ഞാൻ ഓടിക്കയറി ബസ്സിൽ കയറി അറ്റത്ത് ലാസ്റ്റ് പോയിരുന്നു ഞങ്ങൾ. അപ്പം അമ്മൂസ് അപ്പൂൻ്റെ കൈ ഇരിക്കുവാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ച് ക്ലോസ് ആയവർ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അപ്പൂൻ്റെ അടുത്ത് പോയിരുന്ന ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്യുമ്പോൾ അവൾ തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഫൈനലി പള്ളി എത്തി. അപ്പോൾ പള്ളി ആംബുലൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുക്കൻ. അങ്ങനെ അവരുടെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞു. അവരുമായിട്ട് കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിയുമ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. ഇത്രയും ഫാനിട്ട് ഭയങ്കര ചൂടായിരുന്നു. വിശന്ന് പണ്ടാറ് തുടങ്ങി. അങ്ങനെ 4-5 വെള്ളം ഞാൻ അകത്താക്കി. അങ്ങനെ ചെറുക്കനും പെണ്ണും വന്ന് സ്റ്റേജിൽ കയറി കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോ എടുത്ത് അങ്ങനെ സമയം കുറേ പോയി. പിന്നെ നല്ല പോസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ രണ്ടുപേരുടെയും ഫാമിലിയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് മാറി. ആ കേക്ക് കട്ട് ചെയ്ത് രണ്ടുപേർക്കും പരസ്പരം കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മൂസ് കൈയടിച്ച് പാസ്സാക്കി അവിടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഫുഡ് അടിയിലേക്ക് പോയി. വിശപ്പുണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ താഴെ കായലുണ്ട്, അങ്ങനെ അവിടെ ചെന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്ത്. പിന്നെ അമ്മൂസിൻ്റെ കാലൊക്കെ നനയിപ്പിച്ച് അമ്മൂസ് ഭയങ്കര ബഹളമായിരുന്നു, വായായിരുന്നു. പിന്നെ വെയിലായിരുന്നു, നല്ല കരിഞ്ഞു പോയി സത്യം പറഞ്ഞ്. അങ്ങനെ വണ്ടി കയറി കുമ്മിയടിയും കുത്തിമറിച്ചിലും ഡാൻസും പാട്ടൊക്കെ. പിന്നെ ആകെ ചത്ത്, എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ അത്ര